മഴ മാറിയാലും വെള്ളമിറങ്ങാത്തതിനാൽ ദുരിതത്തിലാണ് കോട്ടയം ആർപ്പൂക്കരയിലെ ജനങ്ങൾ. ആർപ്പൂക്കര പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ് 4 തോട് താമസിക്കുന്ന ആളുകൾ വർഷം മുഴുവൻ ഈ വെള്ളത്തിലാകുന്നതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത്. ഈ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5 തവണയാണ് പ്രളയസമാനമായ അവസ്ഥയിലൂടെ ഈ പ്രദേശം കടന്നുപോയത്. മഴ ശക്തമായാൽ ജലനിരപ്പ് ഉയർന്ന് വെള്ളം കയറും. 4 പ്രദേശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട 4 തോട്ടിലേക്ക് പിന്നെ എത്തണമെങ്കിൽ പെടാപ്പാട് പെടണം. സ്കൂളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ, ജോലിക്ക് പോകേണ്ട മുതിർന്നവർ എല്ലാവരും ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കിലോമീറ്ററുകൾ നടക്കണം. അത്യാവശ്യത്തിന് ആശുപത്രിയിലെത്താൻ പോലും സാധിക്കാത്ത അവസ്ഥ. കുറച്ചൊക്കെ മിക്കവാറും ഞങ്ങൾ തന്നെയാണ് കൂടുതൽ സഹായിക്കുന്നില്ല. ഇടയ്ക്ക് പഞ്ചായത്തിന് കുറച്ച് ഫണ്ട് കിട്ടിയുകൊണ്ട് കുറച്ചൊക്കെ പണിതിട്ടുണ്ട്. അതൊന്നും പൂർണ്ണമായ ഫലപ്രാപ്തി ഞങ്ങൾക്ക് എത്തിയിട്ടില്ല. ഈ ഒരു വശം മാത്രം ഒരു 10-100 മീറ്റർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതും വെള്ളപ്പൊക്കത്തിൽ കയറും. അത് ഞങ്ങൾക്ക് മുട്ടിന് താഴെ മുകളിലുള്ളത് ഞങ്ങൾക്ക് നീന്തിപ്പോവാം. എനിക്കിപ്പോൾ 62 വയസ്സ് കഴിഞ്ഞു. എനിക്ക് ഓർമ്മ കച്ചാലം മുതൽ ഈ സംഭവിക്കുന്നത് തന്നെയാണ്. കൃഷിയിടങ്ങൾക്ക് ചുറ്റും ബണ്ട് നിർമ്മിച്ചാൽ ഒരു പരിധിവരെ വെള്ളം കയറുന്നത് തടയാനാകും. എന്നാൽ ആവശ്യം അധികാരികളെ അറിയിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല. വഴി ഉയർത്തണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. ഞങ്ങൾ 200 കുടുംബങ്ങളും ഒപ്പിട്ട് ഒരു മെമ്മോറാണ്ടം നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. മന്ത്രി അത് അനുമതി കൊടുത്തുകൊണ്ടൊരു ഇത് നമ്മുടെ ജില്ലയിലേക്ക് എഞ്ചിനീയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം നടന്ന് പോയതല്ലാതെ അതിൻ്റെ ഫയൽ ഇതുവരെ നീങ്ങിയിട്ടില്ല. ഏതാണ്ട് 3 പാടശേഖരങ്ങളുണ്ട്. 130 പാടം, നാഗപ്പള്ളിയാൽ പാടശേഖരം, തൃക്കണാങ്കേരി. ആ പാടശേഖരങ്ങൾ കൃഷി ചെയ്യാനുള്ള അവസ്ഥയുണ്ടാകും. ഏതാണ്ട് 500ഓളം ഏക്കർ കരഭൂമി നെല്ലും കപ്പയും വാഴയുമൊക്കെ കൃഷി നശിച്ച് കിടക്കുകയാണ്. അതിനും ഒരു പരിഹാരമാകുന്നൊരു വലിയ പദ്ധതിയാണത്. വെള്ളം കയറുന്നത് പതിവായതോടെ പലരും വീടുപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് ചേക്കേറുന്നതായും നാട്ടുകാർ പറയുന്നു. മഴ മാറി വെയിലുദിച്ചാലൊന്നും ഈ നാട്ടിലെ ദുരിതം അവസാനിക്കില്ല. അതിന് അധികാരികളുടെ കണ്ണുകൾ തുറക്കുക തന്നെ ചെയ്യണം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.